ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് എൻഡ് ലോക്കാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം നീഡിലൊന്ന് കുത്തിയിറക്കുക. അതിനുശേഷം നമ്മളൊരു ചെറിയ ലൂപ്പ് ഇങ്ങനെ എടുത്തു കൊടുക്കുക. കണ്ടല്ലോ, ഒരു ലോക്ക് കണ്ടല്ലോ. ഇത് കുറച്ച് വലുതായി തന്നെ ഇങ്ങനെ എടുക്കുക. കുറച്ച് വലുതായിട്ട് എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ തൊട്ട അടുത്ത് തന്നെ നമ്മൾ വീണ്ടും ആ ചെയിൻ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ വീണ്ടും ഒരു ചെറിയ ചെയിനും കൂടെ ഉള്ളിലൂടെ എടുക്കുക. ഇതിങ്ങനെ മുകളിലേക്ക് പൊക്കുന്ന ടൈമിൽ നമ്മൾ ആദ്യത്തെ ചെയിൻ ചെറുതാവുന്നത് കാണാം. കണ്ടില്ലേ, ഈ ചെയിൻ കണ്ടില്ലേ ചെറുതായത്. അപ്പോൾ ഈ ചെറിയ ചെയിൻ ആയിരിക്കും നമ്മൾ പുറത്ത് കാണുന്ന ലൂപ്പ്. അതായത് എൻഡ് ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അവസാനം നമ്മളെ ഡിസൈൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ചെറിയ ലൂപ്പ് കാണാം. അപ്പോൾ മാക്സിമം അത് ഒന്നുകൂടി ചെറുതാക്കി കൊടുക്കുക. കാരണം നമ്മൾ പുറത്ത് കാണുന്നതല്ലേ. ഒന്നുകൂടി വലിക്കുമ്പോൾ ചെറുതായത് കണ്ടല്ലോ. അപ്പോൾ ആ ചെറുതായ ലോക്കിനെ നമ്മൾ ഈ വലിയതായ ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ നീഡിലിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഹുക്ക് ചെയ്ത് പിടിക്കുക. അത് പിടിക്കുന്ന ടൈമിൽ നമ്മൾ അടിയിലുള്ള നമ്മളെ കൈ ഉണ്ടല്ലോ, ആ കയ്യിലുള്ള ത്രെഡ് ഒന്ന് വലിച്ചു കൊടുക്കുക. താഴേക്ക് ഇങ്ങനെ വലിക്കുന്ന ടൈമിൽ ഈ നീഡിൽ നിന്ന് ഈ ലൂപ്പ് വിടരുത്. അപ്പോൾ വലിച്ചൊന്ന് ടൈറ്റായിട്ടുണ്ടെങ്കിൽ ഇതവിടെ ലോക്കായി. കണ്ടല്ലോ, ഇങ്ങനെയാണ് എൻഡ് ലോക്ക് ചെയ്യുന്നത്. ഒന്നും കൂടി നമുക്ക് നോക്കാം. വീണ്ടും ഇങ്ങനെ കുത്തിയിട്ട് ഒരു ലൂപ്പ് പുറത്തേക്ക് എടുക്കുക. അത് കുറച്ച് വലുതായിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ തൊട്ടടുത്ത് വീണ്ടും ഒരു ചെയിനും കൂടെ എടുത്തു കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ ഈ ഉള്ളിലൂടെ എടുക്കുമ്പോൾ ആദ്യത്തെ വലിയ ചെയിന് ഇങ്ങനെ ചെറുതാവുന്നത് കാണാം. കണ്ടല്ലോ, ഈ ചെറുതാവുന്ന ചെയിനാണ് നമുക്ക് ലാസ്റ്റിൽ പുറത്ത് കാണാൻ കഴിയുന്നത്. എന്നപ്പോൾ അതിങ്ങനെ ചെറുതായ ചെയിന് ഈ വലിയ കണ്ടല്ലോ, ഈ വലിയ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് ഈ നീഡിലിൻ്റെ ഹുക്ക് കൊണ്ട് ഈ ചെറിയ ചെയിനെ ഒന്ന് പിടിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മളെ ഫ്രെയിമിൻ്റെ അടിയിലുള്ള നമ്മളെ കൈ ഒന്ന് വലിച്ച് കൊടുക്കുമ്പോൾ താഴേക്ക് പോയിട്ട് ഇതിവിടെ ലോക്കാവും. അത് ലോക്കായതിനു ശേഷം നമ്മൾ ഈ നീഡിൽ റിലീസ് ചെയ്യുക. ഇങ്ങനെയാണ് എൻഡ് ലോക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ?